നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട് സിറ്റി അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ട് സിറ്റി. പേരിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം, പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളൊരു അജണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാര്യമായിരുന്നു വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനവും. ഇന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇനിയും മറ്റ് ഡെവലപ്മെൻറ്റ്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട മറ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് വളരെ ആർജവത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതായത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി തീരുന്നില്ല. അത് ഒരു വൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ആ തുടക്കത്തിലേക്കുള്ള പല കാര്യങ്ങളുമായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. വളരെയധികം മികച്ച രീതിയിലുള്ള റെസ്പോൺസാണ് കപ്പൽ കമ്പനികളിൽ നിന്നുണ്ടാവുന്നത്. വളരെയധികം കപ്പലുകൾ നമ്മളെ പോർട്ടിലേക്ക് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സൗകര്യ വികസനങ്ങളും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോഴും ചില പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഇഷ്യൂസും നമുക്ക് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കാണാനുണ്ട്. അത് കൂടുതലും വിഴിഞ്ഞം പോർട്ട് അസച്ചായിട്ടുള്ള വരുന്നത്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കുറേ കിംവദന്തികളാണ്. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു കപ്പൽ നമ്മുടെ കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അപ്പുറത്ത് മുങ്ങുകയുണ്ടായി. അപ്പോഴും ബ്ലെയിം ചെയ്തത് ഒന്നും അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാരാണ് കേട്ടോ. വന്ന് നിന്ന് പൊട്ടത്തരം പറഞ്ഞത് അത് വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നമാണ്, വിഴിഞ്ഞത്തിൻ്റെ ഇഷ്യൂസാണ്, വിഴിഞ്ഞം കൊണ്ടുണ്ടായ കാരണമാണെന്ന്. എങ്ങനെയാണ് അത് ലോജിക്കെന്ന് മനസ്സിലാവുന്നില്ല. വിഴിഞ്ഞം എത്രയോ കിലോമീറ്ററുകളോ നോട്ടിക്കൽ മൈൽസോ അകലെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കൊച്ചി പോർട്ടിൻ്റെ അടുത്തല്ലേ. ഇത് ഒരു പോർട്ടിൻ്റെയും പ്രശ്നമൊന്നും അല്ല. പക്ഷെ ആരോ അല്ലെങ്കിൽ ആരൊക്കെയോ ബോധപൂർവമായിട്ട് ഈ ഒരു പോർട്ടിനെ നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എന്നും പറഞ്ഞ് ഈ പോർട്ട് നശിക്കാനൊന്നും പോകണില്ലെന്ന് വേറൊരു കാര്യം. പക്ഷേ ഇത് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ പോർട്ടിനെതിരെ മാത്രമല്ല, തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കെതിരെ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു പേരിനെതിരെയോ തന്നെ കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹെയ്റ്റ് സ്പ്രെഡിൻ്റെ ഭാഗമായിട്ടുള്ളത് കൂടിയാണിത്. ഇനി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് സിറ്റിയിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് സിറ്റി എന്ന് പേര് വരാൻ കാരണം വിഴിഞ്ഞം എന്ന് പേരുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പോർട്ടിന് വിഴിഞ്ഞം എന്നല്ല പേരിടുന്നത്, തിരുവനന്തപുരം എന്ന് തന്നെയാണ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടെന്നോ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടെന്നോ ആണ് ഇടേണ്ടത്. ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്ന സംഗതി അവിടെ വേണം. ഈ പോർട്ടിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്, മറ്റ് പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ട്രാൻസ്ഷിപ്മെൻ്റാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ നാടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പല പോർട്ടും വന്നതും ആ നാടിൻ്റെ വികസനം അവിടെ ഉണ്ടായതും. നമുക്കത് വളരെയധികം എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് സിംഗപ്പൂർ, ദുബായ് പോലുള്ള പോർട്ടുകളിലാണ്. അല്ലെങ്കിൽ നമ്മുടെ റോട്ടർഡാം, ഇവിടെയൊക്കെ വളരെ മികച്ച രീതിയിൽ ആ ഒരു സിറ്റി ഡെവലപ്പായി ഈ പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടും ആ പോർട്ടിനോടൊപ്പം തന്നെ അതിൻ്റെ പേര് വന്നതുകൊണ്ടും. പക്ഷെ നമ്മുടെ നാടിന് നിർഭാഗ്യവശാൽ അത് പേരിനൊപ്പം കൂട്ടിയിടാൻ സാധിച്ചില്ല. എന്നാലും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് പേര്. പക്ഷേ പലപ്പോഴും ആ തിരുവനന്തപുരം ഒമിറ്റ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ അതാ വിഴിഞ്ഞം പോർട്ട് സിറ്റി വന്നിട്ടുണ്ട്. എന്തിനാണ് പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ലോജിസ്റ്റിക് പരമായിട്ടും കുറേ ആവശ്യങ്ങളും കുറേ നീഡ്സും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ പല നമ്മുടെ നാട്ടിലെ പിന്നോക്കം നിൽക്കുന്ന പല മേഖലകളും നമുക്ക് മുന്നോക്കം കൊണ്ടുവരാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി അഗ്രികൾച്ചർ, ഫിഷിംഗ്, അതേപോലുള്ള പല കാര്യങ്ങളും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയാലും മറ്റ് ലോജിസ്റ്റിക്കൽ മൂവ്മെൻറ്റ്സ് ആയാലും ഒട്ടനവധി ലോജിസ്റ്റിക്കൽ പാർക്കിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പല കമ്പനികളും ഇൻട്രസ്റ്റഡും ആയിരിക്കും. കാരണം ഒരു പോർട്ട് അടുത്തുണ്ടെങ്കിൽ ആ പോർട്ടിലേക്ക് അവരുടെ ആ മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വളരെയധികം ലോ കോസ്റ്റ് ആയിട്ട് മാത്രമേ ആവത്തുള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് പല കമ്പനികളും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കിഫ്ബിയാണ് മുന്നോട്ട് വന്ന് കിഫ്ബി ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ സിറ്റി കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഈ കിഫ്ബി അങ്ങ് അസച്ച് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പുനലൂർ, അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു സിറ്റി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ
നമ്മുടെ അഭിപ്രായം, സ്ട്രിക്ട്ലി നമ്മുടെ ഒരു അഭിപ്രായമാണ്, ഇത് ശരിക്കും OAGC ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ കേന്ദ്രീകരിച്ചല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ വൈഡർ ആവില്ല ആ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം, അവിടെ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് പോസിബിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു വസ്തുത. ഇതിപ്പോൾ ആ ഒരു ചെങ്കോട്ട, ആ ഒരു റീജിയൻ, ആ ചെങ്കോട്ട ഹൈവേ ഉണ്ടല്ലോ നമ്മുടെ കൊല്ലത്തെ ആ ഒരു റീജിയൻ, അവിടെ എല്ലാം വരണം. പക്ഷേ ഇത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടലാണോ ഈ ഒരു പരിപാടി? കാരണം ഇതിൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ റോഡ്, അതായത് മറ്റേ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പറയാനേ ഇപ്പോൾ പറ്റത്തുള്ളൂ, നമ്മുടെ ഔട്ടർ റിംഗ് റോഡ്, അത് കാലതാമസം വരുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ശരിക്കും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഗതിയിലെ ആദ്യം കൊണ്ടുവന്നത്, എന്നിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് ഉറപ്പായിട്ടും മറ്റേ സംഭവം, അതായത് നമ്മുടെ റിംഗ് റോഡ് നീണ്ടു പോകുന്നത് കൊണ്ടായിരിക്കണം. അങ്ങനെ ആയാൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് നല്ലതല്ല. അതൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഇത് 1454 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീളത്തിലുള്ളതല്ല, നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ സർക്കുലർ, നമ്മുടെ സ്ക്വയർ കിലോമീറ്റർ, ആ ഒരു റേഞ്ചാണ് പറയുന്നത്. അവിടെ അത്രയും കിലോമീറ്ററിൽ നമുക്ക് ഒരു ഗ്രോത്ത് വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പർട്ടിക്കുലർ സംഗതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സുഖകരമായിട്ടൊരു സംഗതിയായിട്ട് തോന്നിയില്ല. ഒരു പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ പോർട്ട് സിറ്റി ഒരു ഹോൾസം ഡെവലപ്മെൻ്റ് ആയിരിക്കണം. അതൊരു പർട്ടിക്കുലർ ഏരിയയിലൂടെ മാത്രം, ഇതിപ്പോൾ നെടുമങ്ങാട് അങ്ങനെ മലയോര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയോര പാലോട് ആ ഒരു റീജിയൻ പോയിട്ട് നമ്മുടെ ചെങ്കോട്ട, കൊല്ലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇവിടെ എല്ലാം മാത്രമേ വരത്തുള്ളൂ. അത് മാറ്റിയിട്ട് നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റ് അസച്ച് ഹോൾ, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഹോൾ, ഈവൻ തമിഴ്നാട്ടിലെ നാഗർകോവിൽ അല്ലെങ്കിൽ കന്യാകുമാരി, നാഗർകോവിലല്ല കന്യാകുമാരി ജില്ല, ഇവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മാറ്റം ചെറുതല്ലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ മികച്ച രീതിയിൽ പ്ലാൻഡ് ആയിട്ട് സമയമെടുത്ത് മാത്രം കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. ഇത് എടുപിടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കമ്പനീസ് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടത്തില്ല. ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് മാത്രമേ ചിലപ്പം വരത്തുള്ളൂ. ഇപ്പം പ്ലാൻ ചെയ്യുന്നത് ലോജിസ്റ്റിക്കും IT എല്ലാം ബന്ധിപ്പിക്കാനാണ്. പക്ഷെ അത് ബന്ധിപ്പിക്കണമെങ്കിൽ മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ വേണം. അത് സമയമെടുത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എടിപിടിയിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെയ്താൽ തന്നെ നമുക്കത് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാതെ എടുപിടിയിൽ നിന്നൊരു സിറ്റി, പേരിന് വേണ്ടിയിട്ടൊരു സിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാരൻറ് സിറ്റി എന്ന് പറയുന്നത് ഏതാ? ട്രിവാൻഡ്രം സിറ്റി. അതിനെ ഫോക്കസ് ചെയ്ത് വേണം ഈ ഒരു ഡെവലപ്മെൻറ്റും ഈ ഒരു സിറ്റിയും ഇതിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗണും എല്ലാം കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ടത്. ആ ഒരു രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ പോസിബിൾ ആവും. അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു മെത്തോഡിക്കൽ അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ഗ്രോത്ത് പോലെയൊന്നും ആയിരിക്കത്തില്ല, കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി പോലെ ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഡെവലപ്മെൻ്റ് ആയിട്ട് തന്നെ പോവാം. പ്രോപ്പർ ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം. അതിലേക്കായിട്ട് നമുക്ക് മെറ്റിക്കുലസ് ആയിട്ട് കുറച്ച് ഫാർ റീച്ചിങ് ഔട്ട്കംസ് ഉള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാലം എടുത്ത് പ്ലാൻ ചെയ്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് പ്രസ് കേരള.